നമസ്കാരം. അഘോരവിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് അഘോരവിഷൻ ചാനലിലൂടെ നമ്മൾ കുറെ കാര്യങ്ങളെ കുറിച്ചിട്ട്, ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചാണ് പൊതുവെ പറയാറ്. എന്നാലും ചില എപ്പിസോഡുകളിൽ നമ്മളിങ്ങനെ വിളിക്കുന്ന ആൾക്കാരിൽ മിക്കവാറും എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നമാണ്. അപ്പൊ ഈ സാമ്പത്തിക പ്രശ്നം നമ്മൾ പറയുകയുണ്ടായി, അതിനൊരു കുറുക്ക് വഴികളൊന്നും തന്നെ ഇല്ല. പൈസ ഉണ്ടാക്കാൻ ഒരു കുറുക്ക് വഴിയില്ല. ഇപ്പൊ അങ്ങനെ ഈ കുറുക്ക് വഴികളൊക്കെ ചിന്തിച്ചിട്ട് പോയവരാണ് ജീവിതത്തിൽ ജയിലിലൊക്കെ എടുക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ MDM പോലത്തെ ലഹരി വസ്തുക്കൾ, കഞ്ചാവ്, ഇന്നത്തെ യൂത്ത് മുഴുവൻ ഈ ലഹരി വസ്തുക്കളുടെ അടിമകളായി പോവുക. അത് വലിയൊരു വിഷമമാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വളരെയധികം വിഷമത്തിലാണ്. നമുക്കത് ഓരോ ദിവസവും നമ്മുടെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. കാരണം ഇന്നത്തെ യുവതി യുവാക്കള്, അതായത് ഒരു 10, 17, 18 വയസ്സ് മുതൽ കുട്ടികളൊക്കെ വളരെയധികം ലഹരി ഉപയോഗത്തിന്റെ അടിമകളായി പോകുന്നു എന്നുള്ള ഒരു വിഷമം വളരെയധികം നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നതുമാണ്. അപ്പൊ നമ്മുടെ മക്കളൊക്കെ പലയിടത്തും പഠിക്കുന്നുണ്ട്. നമുക്ക് സത്യത്തിൽ ഉൾഭയം തന്നെ ഉണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല മക്കൾ എന്ത് ചെയ്യുന്നു എന്നൊന്നും പറയാൻ ആർക്കും പറ്റില്ല. അപ്പോ ദൈവം ആ വഴിക്കൊന്നും എത്തിക്കാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോ പറഞ്ഞ മാതിരി ദൈവം ആ വഴിക്കൊന്നും എത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇത്തരം ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട് സ്വന്തം ജീവിതം തന്നെ താറുമാറാക്കി ശിഷ്ടകാലം ജയിലിലൊക്കെ കെടുക്കേണ്ട ഒരവസ്ഥ വരിക എന്ന് പറഞ്ഞ ചെറുപ്പം പിള്ളേരൊക്കെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും, അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു മക്കളെ കഷ്ടപ്പെട്ട് വലുതാക്കി കൊണ്ടുവന്നിട്ട് അവരുടെ ഭാവി ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നല്ലേ എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാകുക. അവരൊക്കെ ഈ ഒരു രീതിയിലായി പോകുമ്പോൾ ആ രക്ഷിതാക്കളുടെയും ആ കുടുംബത്തിന്റെയും അവസ്ഥ വളരെയധികം വിഷമകരമാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ദൈവം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മള് സാമ്പത്തികം ഉണ്ടാക്കാൻ ഒരു കുറുക്ക് വഴികളൊന്നും തന്നെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത്തരം കുറുക്ക് വഴിയിലൂടെ പോയി ജീവിതം ഹോമിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക എല്ലാവരും. അതൊക്കെ ഒരു ജീവിതം, അതിലൊക്കെ പെട്ട് കഴിഞ്ഞ ജീവിതം പിന്നെ ഒന്നുമില്ല നമ്മുടെ ജീവിതം എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോ സാമ്പത്തികം നമ്മൾ ജോലി ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നേർവഴിയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. കാരണം ജോലി ചെയ്താൽ നമുക്ക് സാമ്പത്തികം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികം ഉണ്ടാവും. ഇത് തന്നെ അതിന് വഴിയുള്ളൂ, വേറെ വഴിയില്ല. അപ്പോ വേറെ ഒരു കുറുക്ക് വഴിയൊന്നും ഇതിനില്ല. പിന്നെ എന്താണ് നമ്മളിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു 3 വസ്തുക്കൾ കൊണ്ട് നമുക്ക് സമ്പത്തിനെ ആകർഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് സമ്പത്തിനെ ആകർഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് നമ്മൾ സമ്പത്ത് തേടിയൊന്നും വരില്ല. അത് ആദ്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ പിന്നെ എങ്ങനെയാണ്, നമ്മൾ ഒരു ചെറിയ തൊഴിലിന് ശ്രമിച്ചു കഴിയുമ്പോൾ ആ തൊഴിലിൽ നമുക്ക് പുരോഗതി ഉണ്ടാവും. കാരണം ഇപ്പൊ നമുക്ക് ശമ്പളം 500 രൂപയുള്ള ആളാണെങ്കിൽ നാളെ അതിന്റെ ഓണർക്ക്, അതിന്റെ മുതലാളിക്ക് നമുക്കൊരു സിമ്പതി തോന്നിയിട്ട് നമുക്കൊരു 100 രൂപ കൂട്ടിത്തരാൻ ഒരു തോന്നൽ വരിക. അല്ലെങ്കിൽ നമ്മള് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ബിസിനസ്സിൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങാൻ, അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് അതിൽ ആകർഷിച്ച ആൾക്കാർ വരാനൊക്കെ വെച്ച് പ്രയോഗം. അല്ലാണ്ട് കാശ് ഉണ്ടാക്കാൻ ഒരു തരത്തിലുള്ള വേറൊരു ആരെ കൊണ്ടും കൂട്ടിയേ പറ്റുകയും ചെയ്യില്ല. അപ്പൊ ചില ആൾക്കാർ പറയും ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെയെന്ന്. അങ്ങനെ ഉണ്ടാക്കാനൊന്നും കഴിയില്ല. കാശ് മാജിക് ഒന്നും നല്ലത്. അപ്പോ മാജിക്കില് ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ ധനം ധാരാളം കയ്യിലേക്ക് കിട്ടും. അതൊക്കെ താൽക്കാലികം മാത്രമേ ഉള്ളൂ. അത് വലിയ വലിയ മനുഷ്യന്മാർക്ക് വരെ അറിയാം. അപ്പോ ഇവിടെ കൃത്രിമമായിട്ടൊരു പണിയില്ല. എല്ലാവരും ജോലി ചെയ്തിട്ട് തന്നെ കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കിയ നമുക്കും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. പക്ഷെ പിന്നെ എന്താണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതെന്താണ് അഭിവൃദ്ധി? ചിലവർക്ക് എത്ര കഷ്ടപ്പെട്ടാലും കയ്യിൽ മെച്ചുണ്ടാവില്ല. അത് അഭിവൃദ്ധി ഇല്ലായ്കയാണ് അതിന്റെ. ചിലവര് ദൂർത്തടിച്ചിട്ട് കളയും പൈസ, കിട്ടുന്നതിന് ഇരട്ടി ചെലവ് കൂട്ടും. അത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയണ്ടായിരുന്നു. അത് അമിതമായ ചെലവ് കൂട്ടുക. അത്തരക്കാരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ പാടുപെട്ട് കുടുംബം കരപിടിപ്പിക്കാൻ പാടുപെട്ടിട്ട് ചിലവര് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ ഒരു മനസ്സമാധാനം കിട്ടാനും അവർക്ക് ആ ജീവിതത്തിൽ പുരോഗതി കിട്ടാനും ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ധനം ആകർഷിച്ചു വരും.
വെറുതെ വരില്ല. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടാനുള്ള അവസരം ഉണ്ടാവും. ഏർപ്പെട്ടാൽ അതിൽ നിന്ന് വരുമാനം കിട്ടാനുള്ള അവസരം ഉണ്ടാവും. ഇപ്പൊ എന്ത് തൊഴിൽ മേഖല ചെയ്യുന്ന ആൾക്കാരായാലും അതിലൊരു വരുമാനം കിട്ടാൻ അവർക്ക് സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോ വീട്ടില് സ്ത്രീകളൊക്കെ അവരിക്കും വരുമാനം ഇല്ല എങ്കിൽ പോലും അവർക്ക് എങ്ങനെ കിട്ടുന്ന വരുമാനം? സാധാരണ അവർ ജോലിക്കൊന്നും പോകാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ മക്കൾ ജോലിക്ക് പോകും. അവരുടെ മക്കൾ ജോലിക്ക് പോകുമ്പോൾ അവർക്കത് അതിന് എന്തെങ്കിലും വരുമാനം കൊണ്ടുകൊടുക്കാൻ മക്കൾക്ക് തോന്നും. അങ്ങനെയൊക്കെയാണ് ഈ നമുക്ക് ധനത്തെ ആകർഷിക്കാൻ കഴിയുള്ളൂ. പിന്നെ നമ്മളെ ഇതൊക്കെ ചെയ്തു വെക്കുമ്പോൾ ഇത് നാഗദേവതകളുടെ അനുഗ്രഹം ഉണ്ടാവും എന്നാ പറയുക. നാഗദേവതകളുടെ അനുഗ്രഹത്താൽ നമുക്ക് ധനാഭിവൃദ്ധി ഉണ്ടാവും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായ 3 വസ്തുക്കൾ കൊണ്ട് നമുക്ക് ധനം ആകർഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോട് തുറന്നു വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോ എന്താണ് ആ പ്രയോഗം? ആ പ്രയോഗത്തിലേക്ക് പോകാം. നമുക്ക് എങ്ങനെയാണ് ആ പ്രയോഗം ചെയ്യേണ്ടതെന്നും എന്താണെന്നും നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതായത് നമ്മൾ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് വല്ലാതെ അനുഭവിക്കുന്ന ആ ഒരു ഇടവേളകളിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. വെറുതെ എല്ലാവരും ഇത് ദുർവിനിയോഗം ചെയ്യരുത്. അത് ഇതിന് സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. അത് അത്ര അത്യാവശ്യം, കാശിന് എല്ലാവർക്കും അത്യാവശ്യമുണ്ട്. പക്ഷെ എന്നാലും അത്ര അത്യാവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ ഇത് പ്രയോഗം ചെയ്യുക. അതിന് നിങ്ങൾക്ക് 100% ഗുണം കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ. വെറ്റിലയും പിന്നെ കോലത്തിന്റെ ഇലയൊക്കെ വെച്ചിട്ടൊരു പ്രയോഗം പറഞ്ഞിരുന്നു. പക്ഷെ ആ പ്രയോഗത്തിലൂടെ പല ആൾക്കാർക്കും ഗുണം കിട്ടിയെന്നുള്ളത് എന്നെ നേരിട്ട് തന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. കാരണം വിൽക്കാൻ കഴിയാത്ത വസ്തുക്കൾ, അത് എത്രയോ വർഷങ്ങളായിട്ട് വസ്തുക്കൾ വിൽക്കാൻ ഇട്ടത് പോവാതിരുന്നിട്ട് അത് ഇത് ഇത്രയും പ്രയോഗം ചെയ്തതിന് ശേഷം അതിൽ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ചിലർക്ക് പലതരത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർക്ക് ഗുണം കിട്ടാൻ തീർച്ചയായിട്ടും കിട്ടും. എല്ലാവർക്കും ഒരേപോലെ ഗുണം കിട്ടണമെന്നില്ല എല്ലാ പ്രയോഗത്തിലും. അതിപ്പോ നമുക്കറിയാലോ, ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ, പനിക്ക് പോയാൽ 2 പേര് പോയാൽ 2 പേർക്കും 2 തരത്തിലായിരിക്കും ഗുണം ഉണ്ടാവുക. ഒരേ മരുന്ന് കഴിക്കുന്നുണ്ടാവുക. പക്ഷെ ഒരാളെ മാറാം, ഒരാളെ മാറാതിരിക്കുക. അതുപോലെ തന്നെയാണ് ഇത്രയും കാര്യങ്ങളൊന്നും ആദ്യം അറിയുക. അപ്പൊ നമ്മൾ ആ പ്രയോഗത്തിലേക്ക് പോവാം. അതിന് ആദ്യം 3 സാധനം വേണമെന്ന് പറഞ്ഞു. ഈ 3 വസ്തു എന്താന്ന് നോക്കാം. ഒന്ന് പ്രധാനമായിട്ട് ഈ നാഗമരം എന്ന് കേട്ടിട്ടുണ്ടാവും. നാഗമരത്തിന്റെ ഇലയാണ്. അതായത് നാഗമരത്തിന്റെ ഇലയാണിത്. ഈ ഇല നാഗമരത്തിന്റെ ഇലയാണ്. ഇത് 3 ഇല വേണം നാഗമരത്തിന്റെ 3 ഇല എന്നുള്ളതാണ്. അതേപോലെ 3 ചെറുനാരങ്ങ, 3 കഷ്ണം പച്ചമഞ്ഞള്, 3 ചെറുനാരങ്ങ, അതുപോലെ 3 ഇതേപോലത്തെ നാഗമരത്തിന്റെ ഇല, നാഗപ്പൂമരം എന്നൊക്കെ പറയും. ഇത് കിട്ടാനായിരിക്കും ബുദ്ധിമുട്ട്. എല്ലായിടത്തും ഉള്ളതല്ല, അത് അന്വേഷിച്ചാൽ കിട്ടുന്നതായിരിക്കും. ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ബാക്കി 2 സാധനം കിട്ടാൻ പണിയില്ല. പച്ചമഞ്ഞളും ചെറുനാരങ്ങ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഒരു മഞ്ഞ നൂലാണ് വേണ്ടത്. നമ്മൾ തുണിയൊക്കെ തുന്നുന്ന മഞ്ഞ നൂല്. ഇത്രയും സാധനമേ വേണ്ടുള്ളൂ. 4 വസ്തുക്കൾ. അതിൽ 3 സാധനം പ്രധാനമായിട്ട്. ഒന്ന് നൂലാണ്. അതൊക്കെ എവിടെയും കിട്ടുന്ന സാധനമാണ്. അത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത സാധനമാണ്. അപ്പൊ ഈ ഒരു 3 വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് പണത്തെ ആകർഷിക്കാം. അതെങ്ങനെ ആകർഷിക്കാം എന്നുള്ളതാണ്. ഇതിൽ ഓം സർപ്പേഭ്യോ നമ എന്ന് 21 പ്രാവശ്യം ഒരു ഇലയിൽ ജപിക്കുക, ഊതുക. ഒരു മന്ത്രം ജപിക്കുക, ഓം സർപ്പേഭ്യോ നമ. ഇങ്ങനെ 21 പ്രാവശ്യം 3 ഇലയിലും ഊതുക. ഒന്നിൽ 21, രണ്ടാമത്തേൽ 21, മൂന്നാമത്തേൽ 21. ഇങ്ങനെ 3ലും 21 പ്രാവശ്യം ഊതിയതിന് ശേഷം, ജപിച്ചൂതിയതിനു ശേഷം മഞ്ഞ നൂലെടുത്തിട്ട് ഈ മഞ്ഞ നൂലിൽ ആദ്യം ഒരു മഞ്ഞൾ കഷ്ണം കോർത്തിടുക, സൂചി കൊണ്ട് കോർക്കുക. അതിനുശേഷം ഒരു ഇല കോർക്കുക. പിന്നെ ഒരു കഷ്ണം ചെറുനാരങ്ങ കോർക്കുക. അടുത്തത് വീണ്ടും മഞ്ഞൾ കോർക്കുക, ഒരു ഇല കോർക്കുക, ചെറുനാരങ്ങ കോർക്കുക. അടുത്തത് വീണ്ടും മഞ്ഞൾ കോർക്കുക, ഇല കോർക്കുക, ചെറുനാരങ്ങ കോർക്കുക. ഇത്രയായ ഈ പ്രയോഗം കഴിഞ്ഞു എന്ന് പറയാം. ഇത് നമ്മുടെ വീടിന്റെ കയറി വരുന്ന ഫ്രണ്ട് വാതിലിൽ തൂക്കിയിടുക. എവിടെ ഇട്ടാലും കുഴപ്പമില്ല. ഫ്രണ്ട് വാതിൽ ഭാഗത്ത് ഒരു ആണി അടിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഫോട്ടോയുടെ മുകളിലോ എവിടെയും തൂക്കി വെക്കുക. എന്തായാലും ഇത് ചെയ്യുമ്പോൾ ശുദ്ധിയുള്ള സ്ഥലത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ ഫ്രണ്ട് വാതിലിൽ കയറുന്നവർക്ക് തൂക്കാൻ കഴിയാത്തത് എന്ത് ചെയ്യണം? അകത്തോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വൃത്തിയായിട്ട് തൂക്കി വെക്കുക. ഇത് എപ്പോഴും ഇങ്ങനെ
പുറത്തേക്ക് കാണണം. ഇങ്ങനെ 41 ദിവസം തൂക്കുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നിരിക്കും. അത് ഞാൻ പറഞ്ഞു, അത്ര അത്യാവശ്യമുള്ളവർ മാത്രമേ ഇത് ചെയ്യാവൂ. എല്ലാവരും എടുത്തു ചാടി ചെയ്യരുത്. ഇത് വെറുതെ പരീക്ഷിക്കാൻ വേണ്ടി ആരും ചെയ്യരുത്. കാരണം ഇതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഇത് നാഗദേവതകളെ കുറിച്ചിട്ട് ആ മന്ത്രം കൂടി നമ്മൾ ജപിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിനി ചെയ്യാൻ മറ്റു മതസ്ഥർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് മന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്നെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ രീതി പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. മറ്റുള്ള മതക്കാർക്ക് ഇത് മന്ത്രം ജപിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്കും ചെയ്യാതെ ഈ പ്രയോഗം. പക്ഷെ എങ്ങനെ കൂട്ട് അവർ മന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഞാൻ വിളിച്ചാൽ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഈ പ്രയോഗം ഒരു 10 ആള് ചെയ്തു കഴിഞ്ഞാൽ 6 ആൾക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടും, ഉറപ്പാണ്. പക്ഷെ അത്ര അത്യാവശ്യം, അത്രയും നമ്മൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇതിനൊരു ഒരു ഒരു ദൂഷ്യവശം കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. അത് ആദ്യം ശ്രദ്ധിക്കുക. ഇത് ദുർവിനിയോഗം ചെയ്യരുത്. അത്ര അത്യാവശ്യമുള്ളവർ മാത്രമേ ചെയ്യാവൂ എന്ന് ആദ്യം ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇത് ചെറിയൊരു സിമ്പിൾ ട്രിക്കാണ്. അതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു പ്രയോഗത്തിന് അധികം ചെലവൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ചെലവും ഇല്ല. ആർക്കും ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. അത്ര അത്യാവശ്യമുള്ളവർ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇത് ചെയ്തിട്ട് ഫലം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോട് തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. ഏവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ.